നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലി മഞ്ചൂരിയൻ. ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്ത ശേഷം ബാക്കി വരുന്ന ഇഡ്ഡലി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റുള്ള ഒരു ഡിഷാണ് ഇഡ്ഡലി മഞ്ചൂരിയൻ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഇഡ്ഡലി 8 എണ്ണം. ഇഡ്ഡലി ആദ്യം നമ്മളൊന്ന് ബാറ്റർ ഫ്രൈ ചെയ്തെടുക്കും. ബാറ്ററിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ, മൈദ 2 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ വെള്ളം വേണം. ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് 1/4 കപ്പ്, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, വിനെഗർ 1 ടീസ്പൂൺ. നമുക്ക് ആദ്യം ഇഡ്ഡലി ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കാം. ബൗളിലേക്ക് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടാം: മൈദ, കോൺഫ്ലവർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി. നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയെടുക്കാം. ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു കടായി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇഡ്ഡലി ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഇഡ്ഡലി ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇഡ്ഡലി നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഗ്രേവി തയ്യാറാക്കാം. നമുക്ക് ആദ്യം ഈ സോസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ഈ ബൗളിലേക്ക് ആദ്യം സോയാ സോസ് ഇടാം, ടൊമാറ്റോ സോസ്, ഗ്രീൻ ചില്ലി സോസ്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇടാം. വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. സോസ് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. കടായിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം. നമുക്കിതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർക്കാം. നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റാം. ഇത് വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർക്കാം. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. സോസിൽ ഉപ്പുണ്ട്, അതിൻ്റെ ബാക്കി നമുക്ക് ചേർക്കാം. ക്യാപ്സിക്കം ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിന് സോസിൻ്റെ മിക്സ് ചേർക്കാം. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറക്കി വെച്ചിരിക്കുന്ന ഇഡ്ഡലി ചേർക്കാം. നമുക്കിനി ഇത് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇഡ്ഡലി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചെറിയ ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. ഇഡ്ഡലി ആയതുകൊണ്ട് കുതിർന്നു പോകാൻ സാധ്യതയുണ്ട്.